ഹലോ, നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ PTയുടെ പ്രാക്ടീസ് സെക്ഷൻ നടക്കുകയാണ്. അപ്പം ഞാൻ പ്രോഗ്രാമിനുള്ളതുകൊണ്ട് എനിക്ക് പോകണം. അതിനെപ്പറ്റിയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ഒരുപാട് കാര്യം പറയാൻ സമയമില്ല കേട്ടോ. ഇപ്പം സമയം 3:15, 3:30 എനിക്ക് സ്കൂളിലെത്തണം. സ്മേര എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ സ്കൂളിൽ ചെന്നിട്ടായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഓൺ വോയിസ് കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ സ്റ്റേജിൽ പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പാട്ട് കയറി വരും. അപ്പോൾ യൂട്യൂബ് എനിക്ക് പണി തരും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഹായ് കാർത്തിക, ഹായ് സൂര്യ, ഇവിടെ സ്മേര, ഹായ്, പിന്നെ ഞാനും. ഇല്ല, ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു സ്മേര. സെക്കൻഡ് പ്രൈസിന് ഞാൻ മത്സരിക്കുക. ഹലോ, മീയുടെ സ്കൂളിൽ PTA പ്രോഗ്രാം ഉണ്ട്. ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫാഷൻ ഷോ, പിന്നെ ഡാൻസ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനായിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് പോകാനായിട്ട് റെഡിയാണ്. 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചായിരിക്കും വരുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് നടക്കുന്നത് ഞാൻ വീഡിയോയുടെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂര്യയുടെ വീട്ടിൽ വെച്ചായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. നമ്മൾ അവിടെ വെച്ച് കാണാം. രാവിലെ ആകെ മൊത്തം ബഹളം പിടിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരെ വിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി പിന്നെ വേണം പോകാനായിട്ട്. ഇത് നമുക്ക് ശീലമില്ലാത്തൊരു പരിപാടിയല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ ഡെയിലി ഷോർട്സ് ഇടുന്നതുകൊണ്ട് അതിനും സമയം കിട്ടാറില്ല. ഈ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ നടത്തണ്ടേ. അപ്പോൾ എന്തായാലും സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത്. ഹെൽമെറ്റൊക്കെ താഴെ പോയി. ചിലപ്പോൾ സ്മേരയായിട്ട് ഒരുമിച്ചായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. എന്തായാലും ഇറങ്ങുകയാണ്. കുറേ നാളായില്ല ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്നോട് 1-2 ഫ്രണ്ട്സ് പറഞ്ഞു, നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്ന. നമുക്കങ്ങനെ വലിയ വ്യൂസ് ഒന്നുമില്ല, വളരെ കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ. എന്നാലും കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങാം. പിന്നെ ആൾക്കൂട്ടത്തിൽ വെച്ച് എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലാണ്. ഇപ്പോൾ പിന്നെ വീട്ടിനകത്തായതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പുറത്തിറങ്ങുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ബൈ. ഇല്ല കേട്ടോ, അവിടെ ചെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടേ, ഇത് കുറേ നാളിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്ഥിരം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ ഈ പിള്ളേരൊക്കെ അതിന് ശേഷം ഈ വക പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ ഇത് വീണ്ടും കിട്ടിയപ്പോൾ ഞാൻ ആ പഴയ കാലത്തേക്ക് തിരിച്ചുപോയി. അതായത് നമ്മുടെ ആ ഒരു ടീനേജേഴ്സ് ഇല്ലേ, അതിലേക്ക്. അപ്പോൾ എന്തായാലും പോകാനായിട്ട് ഇറങ്ങി. ഇനി സ്മേര ഒന്ന് വിളിക്കണം. അത് കഴിഞ്ഞ് ചിലപ്പോൾ മിക്കവാറും അവിടെ ചെന്നിട്ടായിരിക്കും. ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ഇന്ന് കമ്മലും സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പോകണം. നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ലിബാസിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലത്തെ സറാറയാണ്. അതൊക്കെ ഡ്രസ്സൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. സ്മേര വിളിക്കാൻ വന്ന സ്മേര വേണ്ടേ, ഞാൻ ഓൺ വോയിസ് കൊടുത്ത് വീഡിയോ ചെയ്യുക. അത് സ്മേര ഭയങ്കര അത്ഭുതമായിട്ട് നോക്കുന്നത്. ഇപ്പം ഞാൻ എന്താ വന്ന് വിളിച്ചതെന്ന്. കയറ്, ഹെൽമെറ്റൊക്കെ വേഗം വയ്ക്കുക. ഒരു കുളിക്കാത്ത ലുക്കുണ്ട്, ആൾക്ക് പനിയാണ്, അതുകൊണ്ടാണ്. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ വന്നതാണ് ബ്യൂട്ടിസം ചെയ്യാൻ. ബ്യൂട്ടിസൺ എന്ത് വേറെന്തോ. എൻ്റെ മുഖം മാറിയോ? വീതിയുള്ള ബിരുകയെ അത് കൊള്ളത്തില്ലേ? കൊള്ളാവോ? വീതി തോന്നിക്കുന്നുണ്ടോ? നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വന്നപ്പോഴേ ഈ സ്മേരയ്ക്കൊന്ന് ബ്യൂട്ടി പാർലർ കണ്ടപ്പോൾ ഒരു വലിവ്. അപ്പം എനിക്കൊരു വലിവ് വന്നു. ഞങ്ങൾ ത്രെഡ് ചെയ്ത് ഓട്ടോ പോട്ടെ. തമ്മനം ജംഗ്ഷനിൽ കൂടി ഇങ്ങനെ നടക്കുക. ഭയങ്കര എരിപൊരിയും വെയില് നേരാപ്പാര വല്ലതും കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. മിക്കവാറും ഞാൻ വോയിസ് കൊടുക്കേണ്ടി വരും. നമ്മൾ തമ്മനം ജംഗ്ഷനിൽ ഇരിക്കുന്ന രസമില്ലാന്ന് മുഖത്തിന്. അഞ്ജൂസ് എവിടെ ഇത് പോകുന്നത്? നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെറസ് തപ്പി നടക്കുക. ഇപ്പം എനിക്കൊരു പേടിയൊന്നുമില്ല. നിങ്ങൾ കൂടെ ഉണ്ടായിട്ടാണ്. എനിക്ക് ഭയങ്കര ചമ്മലല്ലേ. പക്ഷേ ഈ ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യത്തില്ലേ. അതാണിപ്പോൾ നടക്കുന്നത്. ഇവിടെ പോവാം, ബാ നമുക്കും പോവാം. ക്ഷീണിച്ച് ഞങ്ങൾ ദണ്ട അമൃതയുടെ വീട്ടിലെത്തി. ഇനി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാം കേട്ടോ. ഇത് അമൃതയുടെ വീടൊന്നും അല്ല കേട്ടോ. അമൃതയുടെ
അപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞു. രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പാറു വന്നായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഇനി പാറുവിനെ വിളിച്ചിട്ട് ആഫ്റ്റർനൂൺ ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടാണ് റിഹേഴ്സൽ. സ്കൂളിൻ്റെ സ്റ്റേജിൽ നമ്മുടെ കൂടെ ഫാഷൻ ഷോയിൽ ടീച്ചേഴ്സും പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് പാറു ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്മേര അപ്പവും വരണം. ഞങ്ങൾ ഇന്ന് ഊബറിൽ പോകാമെന്ന് വെച്ചു. സ്കൂട്ടറിൽ പോകണ്ട, പിള്ളേരുള്ളതുകൊണ്ടേ എല്ലാവരെയും കൂടെ സ്കൂട്ടറിൽ പാടല്ലേ, അതുകൊണ്ട് ഊബറിൽ പോകാമെന്ന് വെച്ചു. മിയയും കല്ലൂനെയും മിക്കവാറും സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കും തിരിച്ചു വരുന്നത്. ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇനി നാളെയാണ് പ്രോഗ്രാം. അപ്പോൾ അതിനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്താ എന്തിന് PT ഡേക്ക് വരണ്ടെന്നോ? ആണോ, നമുക്ക് ചോദിക്കാം മീര മിസ്സിനോട്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഫാഷൻ ഷോയുടെ ഒരു പ്രാക്ടീസൊക്കെ നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹീൽസ് ഇടാമെന്ന് വെച്ച്. ഹീൽസ് ഇട്ട് ഞാനിതുവരെ ഫാഷൻ ഷോയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഡാൻസിനൊക്കെ സ്ഥിരമായിട്ട് കയറുമായിരുന്നു. ഇതിൽ ഈ യെല്ലോ സാൻഡലാണ് ഉള്ള ഇത് കണ്ടോ, ഇത്രയും ഹീൽസൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം ബ്ലാക്ക് ഡ്രസ്സും യെല്ലോ സാൻഡലും എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലേ. അപ്പോൾ ഇനി സ്കൂളിലോട്ട് പോവാണ്. ഊബറിന് വെയിറ്റ് ചെയ്യാൻ ബുക്ക് ചെയ്തിട്ടില്ല. സ്മേര വരണം, സ്മേര അപ്പമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി സ്കൂളിൽ ചെന്നിട്ടായിരിക്കും ബാക്കി. ചിലപ്പം പോകുന്ന വഴിക്കായിരിക്കും, ചിലപ്പോൾ സ്മേരെ കാണുന്നതായിരിക്കും, എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഓൺ വോയിസ് കൊടുത്തിട്ട് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. ഹോട്ടലിൽ എവിടെ പോവാ? സ്കൂളിൽ പോകുന്നു. അങ്ങനെ സ്കൂളെത്തി. ഇവിടെ പ്രാക്ടീസ് നടക്കുകയാണ്. 3 മണി വരെ കുട്ടികൾക്ക് ക്ലാസ്സുള്ളൂ. അപ്പോൾ 3 മണിക്ക് ശേഷമാണ് നമ്മൾ സ്റ്റേജിൽ റിഹേഴ്സൽ നടത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നവർക്ക് അതിൻ്റേതായ ഓരോ സോങ്ങാണ് ഇടുന്നത്. അതിന് ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്കൊക്കെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അമൃത ഒഴിച്ച് ഞാനും സ്മേര അതുപോലെ സൂര്യയൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഇപ്പം നടക്കുന്നത് ഫാഷൻ ഷോയുടെ റിഹേഴ്സലായിട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാരി ഡ്രപ്പിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരുമെന്ന് കാണാം. എല്ലാ സ്റ്റേറ്റും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കൂടുതൽ അങ്ങ് പറയുന്നില്ല, സസ്പെൻസ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ സഹിതം, അതായത് സോങ് ഇൻക്ലൂഡഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കണം. ഇതിൻ്റെ കൂടെ നമ്മുടെ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. KG സെക്ഷനിലെ 2 ടീച്ചേഴ്സുണ്ട്. അവരുടെയൊക്കെ എനർജി എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ലെവൽ എനർജിയാണ്. നമുക്ക് അതിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നാണ് അറിയാൻ വയ്യാത്തത്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളെല്ലാം ഭയങ്കര ചിൽ മൂഡിലാണ്. എന്നെ സ്മേരയൊക്കെ സ്കൂളിൽ കണ്ടുകൊണ്ട് മിയയും കല്ലുവൊന്നും ഇന്ന് സ്കൂൾ ബസ്സിലല്ല പോയത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഓട്ടോയിൽ വീട്ടിൽ വരാമെന്ന് വെച്ചു. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മുടെ PTA ഡേയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഡാൻസും അതുപോലെ നമ്മളുടെ ബിഹൈൻഡ് ദ സ്റ്റേജും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.